ചോദ്യം നമ്പർ 301 ശ്രീ ആന്റണി ജോൺ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ പ്രകാരം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർ, നാടിൻ്റെ വികസനത്തിൽ പ്രമുഖ പങ്കുവഹിക്കുന്ന പ്രവാസികളെ ഭരണനിർവഹണത്തിനൊപ്പം ചേർത്ത് നിർത്തുന്ന ജനാധിപത്യ പ്രക്രിയയാണ് ലോക കേരള സഭ. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള പ്രവാസി കേരളീയരുടെ കൂട്ടായ്മയും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക വികസനത്തിനായി പ്രവാസികളെ സംസ്ഥാനവുമായി സമന്വയിപ്പിക്കുന്നതിനും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി കേരളത്തിലെ ജനപ്രതിനിധികളോടൊപ്പമുള്ള ഒരു പൊതുവേദിയാണ് ലോക കേരള സഭ. ലോക കേരള സഭയുടെ താൽപ്പര്യവൃത്തത്തിൽ വരുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഇന്ത്യൻ ഭരണഘടനയ്ക്കും ആതിഥേയ രാജ്യങ്ങളിലെ ഭരണവ്യവസ്ഥകൾക്കും അന്താരാഷ്ട്ര കരാറുകൾക്കും ഉഭയകക്ഷി ഉടമ്പടികൾക്കും വിരുദ്ധമാകാത്തതും പൊതുസമ്മതമായ തീരുമാനങ്ങൾ യൂണിയൻ സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അനുഭാവപൂർണമായ നടപടികൾ ശുപാർശ ചെയ്യുന്നതിനും ലോക കേരള സഭ യത്നിക്കുന്നു. 4ാം ലോക കേരള സഭ ലക്ഷ്യമിടുന്നത് അകം കേരളവും പുറം കേരളവും തമ്മിലുള്ള അകലം കുറച്ച് സഹകരിക്കാൻ സാധിക്കുന്ന സർവ്വമേഖലകളിലും പരസ്പര സഹകരണവും കൂട്ടായ്മയും ഉറപ്പുവരുത്തുക എന്നതാണ്. 3 സഭകളിലെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോക കേരള സഭാ പ്രതിനിധികൾക്ക് സഭയ്ക്ക് പുറമെ ലോക കേരള സഭാ സെക്രട്ടേറിയറ്റുമായി നിരന്തരം ആശയവിനിമയം സാധ്യമാക്കാൻ ഒരു മെമ്പേഴ്സ് പോർട്ടൽ എന്ന സംവിധാനം ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രവാസ മേഖല ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ വിശദമായ പ്രപ്പോസലിൻ്റെ രൂപത്തിൽ സമർപ്പിക്കാനും പരാതികളും പ്രശ്നങ്ങളും അവതരിപ്പിക്കുവാനും കൂടാതെ മലയാളി സംഘടനകളും വ്യക്തികളും നടത്തുന്ന പ്രവർത്തനങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുവാനും ലോക കേരള സഭയുടെ പ്രതിനിധികൾക്ക് പോർട്ടൽ മുഖേന സാധിക്കും. പലപ്പോഴും ആശയവിനിമയത്തിൻ്റെ അഭാവം പ്രവർത്തനങ്ങളിൽ നിഴലിച്ചിരുന്നു. ഇതേ കാഴ്ചപ്പാട് എല്ലാ മലയാളികൾക്കും ഇടയിലേക്ക് എത്തിക്കുക, ലോക മലയാളിക്കൊരു ഡിജിറ്റൽ ഇടം എന്ന നിലയ്ക്ക് ലോക കേരളം ഓൺലൈൻ എന്ന ഒരു പ്ലാറ്റ്ഫോം ആരംഭിച്ചിട്ടുണ്ട്. പ്രവാസികൾക്ക് ആശയവിനിമയത്തിനും തൊഴിലവസരങ്ങൾ പങ്കുവയ്ക്കാനും വിവരങ്ങൾ കൈമാറുവാനും ഉതകുന്ന ഒരു ഡിജിറ്റൽ കേരളം ഇതുവഴി ഉണ്ടാക്കാൻ സാധിക്കും. പ്ലാറ്റ്ഫോമിൻ്റെ പ്രവർത്തനം പടിപടിയായി ആരംഭിച്ച് പൂർണ്ണതോതിലെത്തുമ്പോൾ അകം കേരളവും പുറം കേരളവും തമ്മിലുള്ള അന്തരം നേർത്തുവരും. പ്രാഥമിക വിവരങ്ങൾ നൽകുക വഴി പ്രവാസികൾക്ക് തമ്മിൽ ബന്ധപ്പെടുവാനും നവമാധ്യമ സ്വഭാവത്തിലുള്ള ഇടപെടലുകൾ നടത്തുവാനും സാധിക്കുന്നു. ഇതുവഴി ലോക കേരള സഭ മുന്നോട്ട് വയ്ക്കുന്ന ലോകമലയാളിയുടെ ജനാധിപത്യ വേദി എന്ന ആശയം കൂടുതൽ ജനകീയമാകും. 4ാം ലോക കേരള സഭയിൽ പ്രവാസി സമൂഹത്തിൻ്റെ സംസ്കാരവും അസ്തിത്വവും നിലനിർത്തി മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ ശുപാർശകൾ വിവിധ ചർച്ചകളിലായി പ്രവാസി പ്രതിനിധികൾ ഉന്നയിച്ചിരുന്നു. വിവിധ ചർച്ചകളിലായി പ്രവാസികൾ ഉന്നയിച്ച നിർദ്ദേശങ്ങളും ശുപാർശകളും ക്രോഡീകരിച്ചു വരുന്നു. ശുപാർശകൾ പരിശോധിക്കുന്നതിനും ക്രിയാത്മകമായ പ്രപ്പോസലുകൾ ലോക കേരള സഭാ സെക്രട്ടേറിയറ്റിന് സമർപ്പിക്കുന്നതിനുമായി ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നതാണ്. പ്രസ്തുത സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശയിന്മേൽ നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തുടർ നടപടികൾ കൈക്കൊള്ളുന്നതാണ്. വളരെ ദീർഘമാണ്. മേശപ്പുറത്ത്. താങ്ക് യു. ശ്രീ ആന്റണി ജോൺ. സർ, രാജ്യത്ത് പ്രവാസികൾക്കായി ക്ഷേമ പദ്ധതികൾ ഏറ്റവും കാര്യക്ഷമമായി നടപ്പിലാക്കി വരുന്ന സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഏറ്റവും കൂടുതൽ പ്രവാസി പണം വരുന്ന രാജ്യവും നമ്മുടെ ഇന്ത്യയാണ് സർ. ലോകബാങ്കിൻ്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ചത് ഏതാണ്ട് 10 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ ആ നിലയിലുള്ള ഒരു പരിഗണന പ്രവാസികൾക്ക് രാജ്യത്തിൻ്റെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് സാർ നമ്മൾ ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ടത്. അതിലൊരു കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ ഈ ഏറ്റവും കൂടുതൽ ഗൾഫിലേക്കും ഗൾഫിൽ നിന്നുമുള്ള യാത്രക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് വിമാന ചാർജ് വർധനയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്നൊരു സമീപനമുണ്ട്. പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസണുകളിൽ വിമാന ടിക്കറ്റ് ചാർജ് യാതൊരു ലക്കും ഇല്ലാതെ വർദ്ധിപ്പിക്കാൻ വിമാന കമ്പനികൾക്ക് അനുമതി നൽകുന്ന ഒരു സ്ഥിരം രീതിയുണ്ട് സാർ. ഇപ്പോൾ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ശക്തമായ സമ്മർദ്ദം ചെലുത്തി അതിന് പ്രവാസികൾക്ക് അതിന് ന്യായമായ നിലയിൽ വിമാന ചാർജ് അത് ഈടാക്കുന്ന നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകുമോ സാർ? സാർ, ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പ്രവാസികൾ കൊടിയ ചൂഷണം നേരിടുന്ന ഒരു മേഖലയാണ് വിമാന ടിക്കറ്റിൻ്റെ അന്യായമായിട്ടുള്ള വർധനവ്. പ്രത്യേകിച്ച് സീസണിലാണ് ഈ അന്യായമായ വർധനവ്, മാധ്യമങ്ങളൊക്കെ കൊള്ള എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ, അത് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ വരുന്നൊരു കാര്യമല്ല എന്നെല്ലാവർക്കും അറിയാം. എങ്കിലും
സംസ്ഥാന സർക്കാർ ഇക്കാര്യം നിരന്തരമായി കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പ്രവാസികൾക്ക് ആശ്വാസം പകരുന്ന നിലയിൽ വിമാന കമ്പനികളുടെ ഈ ചൂഷണത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ എംപിമാർക്ക് ഇക്കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇത് പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നതിനും പ്രവാസികൾക്ക് വേണ്ടി ഈ ചൂഷണം അവസാനിപ്പിക്കാനുള്ള ഒറ്റക്കെട്ടായ ഇടപെടലുകൾ നടത്തുന്നതിനുമുള്ള ഉത്തരവാദിത്വം എംപിമാർ വിനിയോഗിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സർ, ഈ ലോക കേരള സഭയിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തിരുന്നു. നമ്മുടെ എല്ലാ എംപിമാരും ഇതിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഗൗരവവും ഈ പ്രശ്നത്തിൻ്റെ എത്രത്തോളം ആഴമുള്ളതാണ് എന്നും മനസ്സിലാക്കാനും കഴിയുമായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഇന്ത്യയിൽ ആദ്യമായി പ്രവാസി സംരക്ഷണത്തിനായി വകുപ്പ് രൂപീകരിച്ച് നടപ്പിലാക്കിയത് EK നായനാർ സർക്കാരിൻ്റെ കാലത്താണെന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം സർ. പ്രവാസികാര്യ വകുപ്പിനെ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നോർക്ക റൂട്ട്സ് വഴി നിരവധി നൂതന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനും 2016 മുതൽ ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കും സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സർ ലോക കേരള സഭ. എന്നാൽ ആ ലോക കേരള സഭയെ ധൂർത്തെന്നും അനാവശ്യമെന്നും പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്ന ആളുകൾ അത്തരം പ്രവർത്തനത്തിനെതിരെ എന്ത് നിലപാടാണ് സർ? അത് അത്തരം ഒരു ആക്ഷേപത്തിനെതിരായി ഗവൺമെന്റിന് എന്ത് നിലപാടാണ് പറയാനുള്ളത്? മിനിസ്റ്റർ. സർ, ലോക കേരള സഭയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മറുപടിയിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ അകം കേരളവും പുറത്തെ കേരളവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്ന ലോക മലയാളി എന്ന ഒരു സങ്കല്പം വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും നിർണായകമായ ചുവടുവെപ്പാണ് ലോക കേരള സഭ. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ തോതിലുള്ള റെമിറ്റൻസാണ് കേരളത്തിലേക്ക് പ്രവാസികൾ അയക്കുന്നത്. അത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലുമാണ്. അത്തരത്തിൽ വലിയ സംഭാവനകൾ നൽകുന്ന ഈ പ്രവാസി മലയാളികളെ കേരളത്തോടൊപ്പം ചേർത്ത് നിർത്തുന്ന, അവരുടെ അറിവിനെ, വൈദഗ്ധ്യത്തെ, അനുഭവങ്ങളെ, അവരുടെ സംഭാവനകളെ എല്ലാം കേരളത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേദിയാണിത്. അതിനെതിരായിട്ട് ഇത്തരം പ്രചരണങ്ങൾ ആദ്യഘട്ടത്തിൽ വളരെ ശക്തമായി നടന്നിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നത് അത്തരം പ്രചരണങ്ങൾ വിശ്വാസ്യതയില്ലാതായി എന്നതുകൊണ്ടും ആ പ്രചരണം നടത്തിയവർ തന്നെ പതുക്കെ പതുക്കെ ക്ഷീണിച്ച് അതിൽ നിന്ന് പിൻവാങ്ങുന്നതുമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ലോക കേരള സഭയുടെ ചെലവുകൾ ഇപ്പോൾ പ്രധാനമായിട്ടും സ്പോൺസർഷിപ്പിലൂടെയും മറ്റുമാണ് സമാഹരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധൂർത്ത് എന്ന് ആരോപിച്ചവർക്ക് ഇപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ശ്രീ MB ഗോവിന്ദൻ മാസ്റ്റർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ AC മൊയ്തീൻ. സർ, 4ാം കേരള ലോകസഭയിലെത്തിയപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുണ്ട്. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സർ, ഇപ്പോൾ ഈ പ്രവാസികളിൽ മഹാഭൂരിപക്ഷവും സാധാരണക്കാരാണ്. ലോക കേരള സഭയിൽ ഈ സാധാരണക്കാരായ പ്രവാസി മലയാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഭ ആ രീതിയിൽ പരിഗണിക്കുന്നുണ്ടോ? അതോടൊപ്പം ഇന്നിപ്പോൾ പ്രവാസികളുടെ ഒരു വിവരശേഖരണം നമ്മുടെ കയ്യിലില്ല. അതിൻ്റെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? മിനിസ്റ്റർ. സർ, ലോക കേരള സഭയിൽ വലിയ തോതിൽ സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളുടെ പ്രാതിനിധ്യമുണ്ട് എന്നത് ഇപ്പോൾ എല്ലാവരും തിരിച്ചറിയപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. 1ാമത്തെയും 2ാമത്തെയും ലോക കേരള സഭ നടന്ന സമയത്ത് നേരെ വിപരീതമായൊരു പ്രചരണമാണ് നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ പ്രചരണം, നേരത്തെ പറഞ്ഞതുപോലെ ധൂർത്ത് എന്ന പ്രചരണം നടത്തിയവർ ക്ഷീണിച്ച് പിൻവാങ്ങിയതുപോലെ തന്നെ ഇത് സാധാരണക്കാരുടേതല്ല എന്ന പ്രചരണം നടത്തിയവർക്കും പിൻവാങ്ങേണ്ടി വന്നിരിക്കുന്നു. കാരണം നമ്മൾ ഓരോ ലോക കേരള സഭയിലും കാണുകയാണ് ഡൊമസ്റ്റിക് വർക്കേഴ്സ്, ലേബർ ക്യാമ്പുകളിൽ അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾ, അവരുടെ എല്ലാം പ്രതിനിധികൾ ലോക കേരള സഭയിൽ അംഗങ്ങളായി വരിക മാത്രമല്ല അവരവരുടെ ജീവിതാനുഭവങ്ങളെ, പൊള്ളുന്ന ജീവിതാനുഭവങ്ങളെ ലോക കേരള സഭയിലൂടെ കേരളവുമായി, മലയാളികളുമായി പങ്കുവെക്കുന്നതിനും ഇത് വേദിയായി മാറി. നേരത്തെ പറഞ്ഞതുപോലെ ഡേറ്റാബേസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിലുള്ള പഠനങ്ങൾ ആഴത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്
നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ. അപ്പോൾ ലോക കേരള സഭയുടെ അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പ്രവാസികളെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിന്, പ്രവാസികളുമായിട്ടുള്ള കണക്റ്റ് ശക്തിപ്പെടുത്തുന്നതിനുള്ള വിവിധങ്ങളായിട്ടുള്ള നടപടികളും പ്രവർത്തനങ്ങളുമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ PV അൻവർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ TI മധുസൂദനൻ. സർ, പ്രവാസികളായിട്ടുള്ള മലയാളികൾക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്നതാണ് ലോക കേരള സഭയുടെ ഉള്ളടക്കം. ലോക കേരള സഭയിൽ ജോലി ചെയ്യുന്ന ഉൾപ്പെടെയുള്ളവർക്ക് പ്രാതിനിധ്യം ലഭിച്ചു എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായി എല്ലാവരും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഗാർഹിക മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ വലിയ ചൂഷണവും വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഇന്ത്യൻ എംബസിയുടെ കീഴിൽ വനിതാ സെൽ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ സംസ്ഥാന ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ? വല്ല പുരോഗതിയും ഈ കാര്യത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. സർ, ഇത്തരം കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിൽ നിരന്തരം സംസ്ഥാന സർക്കാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും ഇടപെട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അക്കാര്യത്തിൽ ഇനിയും കാര്യമായിട്ടുള്ള പുരോഗതി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ MP-മാരും കാര്യമായിട്ട് ഏറ്റെടുക്കുകയും ഗൗരവത്തോടെ ഉന്നയിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. ശ്രീ P. മമ്മിക്കുട്ടി. സാർ, ലോക കേരള സഭയിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ MLA-മാർക്കും പ്രവാസി പ്രതിനിധികളുമായി ചർച്ച നടത്താനും ആശയങ്ങൾ പങ്കുവെക്കാനുമൊക്കെയുള്ള ഒരവസരം ഉണ്ടായിട്ടും പ്രതിപക്ഷ അംഗങ്ങൾ അത് ബഹിഷ്കരിച്ചത് പ്രവാസി സമൂഹത്തോട് തന്നെയുള്ള അവഹേളനമായി കണക്കാക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, ആദ്യത്തെ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ബഹിഷ്കരണത്തിൻ്റെ തീവ്രത പിന്നീട് കുറഞ്ഞു വരുന്നതാണ് നമ്മൾ കണ്ടത്. ഇത്തവണ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട പ്രവാസി സംഘടനകളുടെ പ്രതിനിധികളെല്ലാം വളരെ ആവേശത്തോടെയും ഉത്സാഹത്തോടെയും താല്പര്യത്തോടെയും ലോക കേരള സഭയിൽ പങ്കെടുത്തു എന്നതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത. കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു. അങ്ങേക്കും അറിയാവുന്നതാണ്, അങ്ങാണെന്ന സഭയുടെ അധ്യക്ഷൻ. അപ്പോൾ അവർ അതിൻ്റെ ചർച്ചകളിൽ, ഡെലിബറേഷൻസിലെല്ലാം വളരെ സജീവമായിട്ടാണ് അവർ പങ്കെടുത്തിട്ടുള്ളത്. അത് കാണിക്കുന്നത് ബഹിഷ്കരണ ആഹ്വാനം പ്രവാസികൾ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ്. അത്രയും മാറ്റമുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഈ മാറ്റം ഇനി മുന്നോട്ട് പോകുമെന്നും അടുത്ത ലോക കേരള സഭയാകുമ്പോൾ പ്രതിപക്ഷത്തെ അംഗങ്ങൾ കൂടി അതിൽ പങ്കാളികളാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ AK അഷ്റഫ്. സർ, വിമാന ടിക്കറ്റിൻ്റെ കാര്യം ഇവിടെ ചോദ്യമായി വന്നു. ആരും ശ്രദ്ധിക്കാത്ത ഈ വിമാനത്താവളങ്ങളിൽ ഗൾഫിലേക്ക് പോകുന്ന പ്രവാസികളുടെ ലഗേജിൽ നിന്ന് മോഷണം നിരന്തരമായി നടക്കുന്നുണ്ട്. ഒരു മാസം മുമ്പ് ഉംറയിലേക്ക് പോകുന്ന മംഗലാപുരം വിമാനത്താവളത്തിൽ ബദ്രുദ്ദീൻ എന്ന് പറയുന്ന ഒരാളുടെ 7 ലക്ഷം രൂപയാണ് മംഗലാപുരം വിമാനത്താവളത്തിൽ മോഷ്ടിക്കപ്പെട്ടത്. ഞാൻ ഇടപെട്ടു, അവിടെ FIR കമ്മീഷനോട് സംസാരിച്ച് ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാന്യ CM-ന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് അന്വേഷിക്കുമ്പോൾ നിരന്തരമായി വിമാനത്താവളങ്ങൾ, ഏറ്റവും സുരക്ഷിതമായ വിമാനത്താവളങ്ങളിൽ നമ്മുടെ പ്രവാസികളുടെ പണവും വിലപ്പെട്ട സാധനങ്ങളും മോഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇതിനെതിരെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പ്രവാസികളുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരു ഇടപെടൽ നടത്താൻ കഴിയുമോ? യെസ് മിനിസ്റ്റർ. സർ, വിമാനത്താവളങ്ങളുടെ നിയന്ത്രണവും സുരക്ഷയും ഒന്നും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളല്ല, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ്. അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം ഗൗരവമാണ്. മംഗലാപുരമാണെങ്കിൽ കേരളത്തിലുമല്ല, അത് കർണാടകയിലുമാണ്. യെസ് ശ്രീ UA ലത്തീഫ്. സർ, 4ാം ലോക കേരള സഭാ സമ്മേളനത്തിലേക്ക് ബഹുമാനപ്പെട്ട സ്പീക്കർ നൽകിയ ലേഖനത്തിൽ 2018 കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം 21,21,887 പ്രവാസികളുണ്ട് എന്ന് സ്പീക്കർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇവരിൽ ഭൂരിഭാഗവും ജീവിതത്തിൻ്റെ രണ്ടറ്റവും ചേർത്ത് പിടിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അവരെ നിക്ഷേപം സ്വീകരിക്കുന്ന നയം മാറ്റി നിർത്തി അവരിൽ നിന്നും തിരിച്ചു വരുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനായി 3 ലോക കേരള സമ്മേളനങ്ങളുടെ തീരുമാനപ്രകാരം എന്തെങ്കിലും പദ്ധതി ആവിഷ്കരിച്ചോ? എത്ര ആളുകൾക്ക് സഹായം നൽകി എന്ന് വ്യക്തമാക്കാമോ? മിനിസ്റ്റർ. സർ, ഇന്ന് ഇന്ത്യയിൽ പ്രവാസി ക്ഷേമനിധിയും പ്രവാസി പെൻഷനും ഏർപ്പെടുത്തിയിട്ടുള്ള ഏക സംസ്ഥാനം കേരളമാണ് എന്ന് ബഹുമാനപ്പെട്ട അംഗത്തെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു സംസ്ഥാനവും സമാനമായിട്ടുള്ള ഒരു ക്ഷേമ പദ്ധതി പ്രവാസികൾക്കായിട്ട് ആവിഷ്കരിച്ചിട്ടില്ല. മാത്രമല്ല, കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട മുൻകൈ എടുക്കേണ്ടത്.
ഒരു മുൻകൈയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ നേതാവ് ഉൾപ്പെടെ വിദേശകാര്യ സഹമന്ത്രിയും പ്രവാസി വകുപ്പിൻ്റെ ചുമതലയും ഒക്കെ വഹിച്ചിട്ടുള്ള ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞങ്ങളെല്ലാം പാർലമെൻറ്റിലുള്ളതാണ്. അന്ന് മുതൽ ഈ കാര്യം ആവശ്യപ്പെടുകയാണ്. കേന്ദ്ര സർക്കാർ പ്രവാസി ക്ഷേമത്തിനുള്ള പദ്ധതി ആവിഷ്കരിക്കണം എന്നത്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു നടപടി മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പക്ഷേ കേരളം മറ്റൊരുപാട് കാര്യങ്ങളിൽ ബദൽ മാതൃക സൃഷ്ടിച്ചതുപോലെ ഇതിലും ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. ശ്രീ പ്രമോദ് നാരായൺ. സർ, പഠനത്തിനായും പഠനവും തൊഴിലും ചേർത്തുള്ള ജീവിതാന്വേഷണത്തിനായും ഭൂമിയുടെ പല ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ പ്രവാസി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തി അവരുടെ പഠനാംഗീകാരവും ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും വിവരശേഖരണം നടത്താനും നടപടികൾ സ്വീകരിക്കുമോ? മിനിസ്റ്റർ. തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ളൊരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അക്കാര്യങ്ങൾ പരിശോധിച്ച് സാധ്യമായിട്ടുള്ളതെല്ലാം ചെയ്യും. ശ്രീ എം രാജഗോപാൽ. സർ, വിദേശത്ത് തൊഴിൽ തേടുന്നവരുടെയും കുടിയേറ്റ വിദ്യാർത്ഥികളുടെയും എണ്ണം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് വേണ്ട സമഗ്രമായ പരിശീലനം, അഭിമുഖം, ഭാഷാ പരിശീലനം ഉൾപ്പെടെയുള്ളവ ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാനത്ത് ഇപ്പോൾ എവിടെയൊക്കെയാണ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും വലിയ തോതിൽ പ്രവാസികളുള്ള കാസർഗോഡ് ജില്ലയിൽ ഇതിനായുള്ളൊരു കേന്ദ്രം അനുവദിക്കാൻ നടപടികൾ സ്വീകരിക്കാമെന്നാണ്. സർ, വിദേശ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് സ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ, പൊതുവിൽ സ്കിൽ ട്രെയിനിങ്ങിനുള്ള വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അസാപ്പിൻ്റെ എല്ലാം നേതൃത്വത്തിൽ നടത്തുന്ന അത്തരം പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ പ്രത്യേകമായിട്ട് ഒരു ചോദ്യമായിട്ട് ഉന്നയിച്ചാൽ നൽകാവുന്നതാണ്. ശ്രീ ടി ടൈസൺ മാസ്റ്റർ. സർ, പ്രവാസികൾക്ക് ദുരിതവേളയിലും അടിയന്തര ഘട്ടങ്ങളിലും സഹായം നൽകാനായി വിദേശ രാജ്യങ്ങളുടെ എംബസിയുടെ കീഴിൽ രൂപീകരിച്ച നിധിയാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട്. പ്രവാസികളിൽ നിന്ന് പിരിച്ച ഈ ഫണ്ടിന്റെ 474 കോടി രൂപ നീക്കിയിരിപ്പുണ്ടെന്ന് പാർലമെന്റിലെ ഒരു ചോദ്യത്തിന് ഉത്തരമായി വിദേശകാര്യ സഹമന്ത്രി പറയുകയുണ്ടായി. ലോകം മരവിച്ച കോവിഡ് മഹാമാരി കാലത്തും പ്രവാസികളുടെ സ്വന്തം പണം കൊണ്ടുണ്ടാക്കിയ ഫണ്ടിന്റെ 10% പോലും ചെലവാക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് എങ്ങനെ ഇതിൽ മാറ്റം വരുത്താൻ, അതിൽ അത്യാവശ്യം കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇക്കാര്യങ്ങളുടെ എല്ലാ സമീപനം എടുക്കുന്നത്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വിശദമാക്കാം. മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട അംഗം തന്നെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരാണ് ഈ തുക സമാഹരിച്ച് സൂക്ഷിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരാണ് അത് പ്രവാസികളുടെ ക്ഷേമത്തിനായിട്ട് വിനിയോഗിക്കേണ്ടത്. നമ്മൾ ഇക്കാര്യങ്ങളെല്ലാം നിരന്തരം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ ശ്രദ്ധ പതിയേണ്ട, ഇടപെടലുണ്ടാവേണ്ട ഒരു മേഖലയാണ്, ഒരു വിഷയമാണ്. ശ്രീ തോമസ് കെ തോമസ്. സാർ, ഞാൻ കുട്ടനാട്ടുകാരനായ ഒരു പ്രവാസിയാണ്. ഏകദേശം 40 വർഷത്തിലധികം കുവൈറ്റിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. പല സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊരു ചൂട്, ഒരു ബഹളമൊക്കെ വരുന്നതല്ലാതെ അതിന് ശേഷം അതൊക്കെ തണുത്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഈ കുവൈറ്റിലുണ്ടായ ഈ സംഭവം അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായവും അതിനുള്ള കാര്യങ്ങളും ഏതെല്ലാം രീതിയിലാണ് ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് വെളിപ്പെടുത്താം. മിനിസ്റ്റർ, കുവൈറ്റിലെ മരണപ്പെട്ടവർക്ക് എന്തെല്ലാം സഹായങ്ങൾ? കുവൈറ്റിലുണ്ടായ സംഭവം നമുക്കെല്ലാം അഗാധമായിട്ടുള്ള വേദനയും ദുഃഖവും സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതിൽ വളരെ പെട്ടെന്നുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ സംഭവമുണ്ടായതിൻ്റെ ആ വാർത്ത വന്ന ഉടൻ തന്നെ പ്രത്യേകമായ മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായി. തലേദിവസം മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് രാവിലെ വീണ്ടും പ്രത്യേകമായി അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നത്. ആ മന്ത്രിസഭാ യോഗം കുവൈറ്റിലേക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ അയക്കാൻ അടിയന്തരമായി തീരുമാനമെടുത്തു. അവിടെ പോയി പരിക്കേറ്റവരുടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക, അവരുടെ ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം. അതോടൊപ്പം തന്നെ അടിയന്തരമായിട്ടുള്ള ഇടപെടലിലൂടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു. ദുരന്തത്തിൽ മരിച്ച എല്ലാവരുടെയും കുടുംബങ്ങൾക്ക്, ആശ്രിതർക്ക് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം അടിയന്തര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തു. പരിക്കേറ്റവർക്ക് 1 ലക്ഷവും മന്ത്രിസഭാ യോഗം നൽകാൻ തീരുമാനമെടുത്തു. മാത്രമല്ല, വളരെ പെട്ടെന്ന് തന്നെ സാധ്യമായത്ര വേഗത്തിൽ ഈ മൃതശരീരങ്ങൾ മുഴുവൻ കൊച്ചിയിലെത്തിക്കാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, ജനപ്രതിനിധികളും എല്ലാവരും വിമാനത്താവളത്തിലുണ്ടായിരുന്നു. അങ്ങേയറ്റത്തെ ആദരവോടുകൂടിയാണ്
അർഹിക്കുന്ന എല്ലാ ആദരവോടും കൂടിയാണ് ഈ മൃതശരീരങ്ങൾ അവരവരുടെ വീടുകളിൽ എത്തിച്ചത്. അപ്പോൾ വളരെ ചടുലമായിട്ടുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഖേദകരമായൊരനുഭവം നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോകാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല, അതിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നിഷേധിച്ചു എന്നത് നമ്മളെല്ലാം ഞെട്ടിച്ച ഒരു സമീപനമായിരുന്നു. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതികാര മനോഭാവത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പൊതുവിൽ കേരള സമൂഹം കണ്ടത്. 5 ലക്ഷം രൂപ കൊടുക്കാൻ എടുത്ത തീരുമാനം വളരെ നല്ല തീരുമാനമാണ് സാർ. പക്ഷെ എന്ന് കൊടുക്കും എന്നൊരു അറിയിപ്പ് അങ്ങ് തരാമോ? കാരണം ഇന്നലെയും ഞാനൊരു കുടുംബമായിട്ട് സംസാരിച്ചു, കൊല്ലത്തു നിന്നുള്ള കുടുംബമായിട്ട് സംസാരിച്ചു. അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്ന് കിട്ടുമെന്ന് പറയാൻ സാധിക്കും? സാർ, അതിൽ ബഹുമാനപ്പെട്ട അംഗത്തിന് യാതൊരു ആശങ്കയും ഉണ്ടാവേണ്ട കാര്യമില്ല. ഈ സർക്കാർ അടിയന്തരമായിട്ടാണ് അത് പ്രഖ്യാപിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും വേഗം കൊടുക്കും. ചോദ്യം നമ്പർ 302 ഡോക്ടർ മാത്യു കുഴൽനാടൻ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ പ്രകാരം തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വർഗീയ ധ്രുവീകരണവും സാമുദായിക സ്പർദ്ധയും ലക്ഷ്യം വെച്ച് നവമാധ്യമങ്ങളിൽ മതവർഗീയത പ്രചരിപ്പിക്കുന്നത് സംബന്ധിച്ച് LDF സ്ഥാനാർത്ഥിയായ ശ്രീമതി KK ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലക്കാരൻ ശ്രീ C ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു പരാതിയും നാട്ടിൽ മതസ്പർദ്ധയും കലാപവും നടത്താൻ ആഹ്വാനം ചെയ്യുന്നതുമായ രീതിയിൽ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരണം നടത്തിയത് സംബന്ധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയുടെ ഒരു പരാതിയും പോലീസിന് ലഭിച്ചിരുന്നു. 2 പരാതികളിലും പോലീസ് വിശദവും ശാസ്ത്രീയവും സമയബന്ധിതവുമായ നടപടിയാണ് സ്വീകരിച്ചത്. കണ്ടന്റ് നീക്കം ചെയ്യുന്നതിന് ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം പ്രൊഫൈൽ വിവരങ്ങളും തേടിയിട്ടുണ്ട്. അക്കൗണ്ടിന്റെ പ്രൊഫൈൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് അന്വേഷണം പൂർത്തിയാക്കി തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. ഇത്തരം പരാതികളെല്ലാം വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ പരിഗണിച്ചു വരുന്നത്. ഡോക്ടർ മാത്യു കുഴൽനാടൻ. സർ, ചോദ്യം തുടങ്ങുന്നതിന് മുമ്പ് എന്നെ നിർത്താൻ പറയരുത്. ഇത് ചോദ്യം സിലബസിൽ നിന്നുള്ള ചോദ്യമുള്ളൂ. IPC 153A promoting enmity between different groups on grounds of religion, race, place of birth, residence, language, etc. ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്രയേറെ വിഷലിപ്തമായ വർഗീയത പരത്തിയിട്ട് ഞങ്ങളുടെ ചോദ്യം വളരെ ക്ലിയറാണ്. അരി എത്രയാണെന്ന് പയറഞ്ഞായി മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ചോദ്യം, ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ അതിലെ പ്രതികൾ ആരൊക്കെയാണ്? സാർ, കൃത്യമായിട്ടുള്ള ഉത്തരമാണ് നൽകിയിട്ടുള്ളത്. ഈ പരാതി അന്വേഷണ ഘട്ടത്തിലാണ്. അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതിന് പോലീസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, 40-ലേറെ ദിവസം പ്രൊഫൈൽ പിക്ചറായി ഒരു മുൻ MLA CPM നേതാവ്, അതിൽ നിന്നാണ് 10,000-കണക്കിന് ഷെയറിംഗ് പോയത്. ഇനി അത് മാത്രം ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇത് മനസ്സിലായിട്ടും പോലീസിന് ഇതുവരെ അവരത് പ്രചരിപ്പിച്ചു എന്ന് മനസ്സിലായിട്ടില്ല എങ്കിൽ അവരെ സംരക്ഷിക്കും. FIR ഉണ്ടോ, പ്രതിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും മറുപടിയില്ല. എൻ്റെ ചോദ്യം, FIR നമ്പർ ഉണ്ടോ? ഈ പ്രൊഫൈൽ പിക്ചർ ഇട്ട് ദിവസങ്ങളോളം ഇത് പ്രചരിപ്പിച്ച മുൻ MLA പ്രതിയാക്കിയിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. സാർ, ബഹുമാനപ്പെട്ട അംഗം ഒരു അഭിഭാഷകനാണ് എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. അഭിഭാഷകനായിട്ടുള്ള അംഗത്തിന് അങ്ങനെയാണെങ്കിൽ അതെ, അല്ല, ഞാൻ പറഞ്ഞത് അഭിഭാഷകനായ ഒരു അംഗത്തിന് അറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ തുടർന്ന് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട് എന്നത്. അത് പോലീസ് ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഈ മറുപടിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു, ഇതിനെ അങ്ങേയറ്റത്തെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് എന്ന്. ശ്രീ IC ബാലകൃഷ്ണൻ. സർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാജ പോസ്റ്റർ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലാണ്. അത് അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. സർ, ഈ ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിന്മാരെ കണ്ടെത്തിയിട്ടുണ്ടോ? അവരെ കണ്ടെത്താനുള്ള വല്ല നടപടികളും സർക്കാർ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞത്.
ശ്രീ ടി ജെ വിനോദ്. സോഷ്യൽ മീഡിയ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായത്. കാസർഗോഡ് MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ വർഗീയ ക്യാമ്പയിൻ നടത്തുന്നു എന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതിനെ രാഷ്ട്രീയ നേതൃത്വം കുടപിടിക്കുന്നത് ഗൗരവമായ ഒരു വിഷയമാണ്. സർ, ഇത് പരിധി വിട്ടാൽ സമൂഹത്തിൽ വർഗീയ കലാപത്തിന് വരെ സാധ്യതയുണ്ടാകുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങൾ തടയാൻ ഇടപെടുകയും നടപടി സ്വീകരിക്കാനും സർക്കാർ തയ്യാറാണ്. സർ, ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞു, ഇത്തരം വ്യാജ പ്രചരണങ്ങൾ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ സാമൂഹിക മാധ്യമങ്ങളെ ദുരുപയോഗിക്കുന്നത് വളരെ വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് എന്ന്. ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ വ്യാപകമായിട്ടുള്ള നിലയിൽ ഈ ദുരുപയോഗം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ലഭ്യമായ വിവരമനുസരിച്ച് ശൈലജ ടീച്ചർക്കെതിരായി തന്നെ ഇത്തരം വ്യാജ പ്രചരണം നടത്തിയതിന് 17 കേസുകൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അന്വേഷണ ഘട്ടത്തിലാണ് നടക്കുന്നത്. അതിൽ വടകര പാർലമെന്റ് അതിർത്തിയിൽ മാത്രമല്ല, ഇപ്പോൾ കൊല്ലം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ, കൊല്ലം സിറ്റി, ചാവക്കാട് പോലീസ് സ്റ്റേഷൻ, മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ, ഇങ്ങനെ പിന്നെ വടകര, പേരാമ്പ്ര, തൊട്ടിൽപ്പാലം, ബാലുശ്ശേരി, കോഴിക്കോട് റൂറൽ സൈബർ ക്രൈം, മേലാറ്റൂർ, കതിരൂർ, ന്യൂമാഹി, ആലക്കോട് എന്നീ സ്റ്റേഷനുകളിലെല്ലാമായി ആകെ 17 കേസുകളുണ്ട്. അതിനു പുറമെ രാജ്യസഭാ MP A റഹീമിനെതിരായിട്ടുള്ള വ്യാജ പ്രചരണത്തിന് കേസുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നുണ്ടായിരുന്ന ലോക്സഭാ അംഗം AM ആരിഫിനെതിരായി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടന്ന വ്യാജ പ്രചരണത്തിൻ്റെ കേസിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. മാത്രമല്ല ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ന്യൂസ് എഡിറ്ററുടെ പരാതിയിൽ, ഏഷ്യാനെറ്റ് ഓൺലൈൻ ന്യൂസ് എഡിറ്ററുടെ പരാതിയിൽ വടകര ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിൻ്റെ ഡിജിറ്റൽ ലോഗോ വ്യാജമായി നിർമ്മിച്ച് വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങൾക്കൊപ്പം അവരുടേതെന്ന് തോന്നിപ്പിക്കുന്ന വ്യാജമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അത് പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രചരിപ്പിച്ചത് സംബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. ഇത്രയും കേസിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ശ്രീ CR മഹേഷ്. സർ, മുഖ്യമന്ത്രിക്കെതിരായി ഇത്തരത്തിലുള്ള പരാമർശങ്ങളും പോസ്റ്റുകളും ഒക്കെ ഉണ്ടായപ്പോൾ എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായി നടപടിയെടുത്തു, എത്രയോ പേർക്കെതിരായി കേസെടുത്തു. സർ, ഇത് പ്രതിയാക്കി. സർ, ഇതൊരു സാധാരണ വിഷയം മാത്രമല്ല, ഒരു സൈബർ കുറ്റമായി മാത്രം കാണാൻ പാടില്ല സർ. സർ, അതിനപ്പുറത്ത് നാട്ടിലൊരു വലിയ വർഗീയ ചേരിതിരിവും കലാപവും ഉണ്ടായതിന് ശേഷം സർ നടപടിയെടുത്തിട്ട് കാര്യമില്ല സർ. സർ, ഇതിനകത്ത് വളരെ നിസ്സാരമായി സർക്കാർ ഈ പ്രശ്നത്തെ കാണുന്നുവെന്ന് പൊതുജനം സംശയിക്കുകയാണ് സർ. സർ, ഇതിന് അടിയന്തരമായി ഇപ്പോഴും ഇപ്പം ഇവിടെ അവരംഗം ചോദിച്ചപ്പോൾ ഇപ്പോഴും FIR എടുത്തിട്ടില്ല സർ. സർ, ഇത് മനഃപൂർവ്വം ആരെയോ രക്ഷിക്കാനാണ് എന്ന് സംശയിക്കുകയാണ് മിനിസ്റ്റർ. സർ, FIR ഉണ്ടോ എന്നുള്ള ചോദ്യം ഞാനിപ്പോൾ ഫയലിലുണ്ടായിരുന്നു, പക്ഷെ അത് വിട്ടുപോയതാണ്. FIR എടുത്തിട്ടുണ്ട് സർ. അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വടകര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 410/2024 ഭാസ്കരൻ മാസ്റ്റർ പരാതിയിൽ FIR ഉണ്ട്. വടകര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 411/2024 IUML പരാതിയിൽ FIR എടുത്തിട്ടുണ്ട്. അപ്പോൾ FIR ഉണ്ട് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായല്ലോ സാർ. ഇതിനെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഉടൻ തന്നെ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് റിമൂവലിനുള്ള നോട്ടീസ് നൽകിയിട്ടുള്ളത്. സാധാരണഗതിയിൽ കണ്ടന്റ് റിമൂവൽ നോട്ടീസുകൾക്ക് 36 മണിക്കൂറിലും പ്രൊഫൈൽ വിവരശേഖരണ നോട്ടീസിന് 72 മണിക്കൂറിലും നടപടി സ്വീകരിക്കണമെന്നാണ് നിയമം. എന്നാൽ നിയമ നടപടികളൊന്നും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അവർ പാലിക്കാറില്ല എന്നതാണ് ഒരു വസ്തുത. ഇപ്പോൾ ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് അവരുടെ എൻഫോഴ്സ്മെന്റ് പോർട്ടൽ വഴിയാണ് അന്വേഷണ ഏജൻസികൾ നോട്ടീസ് നൽകുന്നത്. കണ്ടന്റ് റിമൂവലിന് IT ആക്ട് സെക്ഷൻ 79(3)B പ്രകാരവും പ്രൊഫൈൽ വിവരങ്ങൾക്ക് 91 CRPC പ്രകാരവുമാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ആ നോട്ടീസുകൾ പോലീസ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, പോലീസിന്റെ നേതൃത്വത്തിൽ ഈ വ്യാജ പ്രചരണത്തെ നേരിടാൻ കർശനമായ നടപടികളുണ്ടായി. ആ പ്രദേശത്ത് സമാധാന ഭംഗമുണ്ടാവാതിരിക്കാൻ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ, സമാധാന യോഗം വിളിച്ചു ചേർക്കൽ, ആ നിലയിലുള്ള ശക്തവും സത്വരവുമായിട്ടുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രചരണങ്ങളെല്ലാം നടത്തിയിട്ടും അവിടെ സമാധാന അന്തരീക്ഷത്തിന് ഒരു കോട്ടവും ഉണ്ടാകാതെ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞതും കേരള പോലീസിന്റെയും സർക്കാരിന്റെയും മികവാണ് സർ. ശ്രീ വി ജോയ്. സാർ, ഇപ്പോൾ ഇവിടെ അങ്ങ് പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്.
യഥാർത്ഥത്തിൽ ഇവിടെ ദുരുപയോഗം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ച് സംഘടനാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടന ശ്രമിച്ചത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും അങ്ങനെ ഒരു യുവജന സംഘടന ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത് അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചതും ഒരു സൈബർ കുറ്റകൃത്യത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ ബഹുമാനപ്പെട്ട ഗൗരവമുള്ളൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ ഒരു പരാതി ഉണ്ടായിട്ടുണ്ട്. ആ പരാതി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഉപയോഗിച്ചു എന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ക്രൈം നമ്പർ 1490/2023 അണ്ടർ സെക്ഷൻ 468, 465 IPC 66C IT ആക്ട് എന്ന കേസ് രജിസ്റ്റർ ചെയ്യുകയും തിരിച്ചറിയൽ കാർഡ് വ്യാജമായി അങ്ങ് പറയൂ, സമയം കളയണ്ട, അങ്ങ് പറഞ്ഞോ. അവിടെ ഇരിക്കേ, പ്ലീസ്. അദ്ദേഹം പറയട്ടെ പ്ലീസ്. അദ്ദേഹം പറയട്ടെ. അങ്ങ് പറഞ്ഞോ പ്ലീസ്, കംപ്ലീറ്റ് ഒന്ന്. അവിടെ ഇരിക്കെ പ്ലീസ്, പറയട്ടെ. അവിടെ ഇരിക്കെ. യെസ്. പ്ലീസ്. അവിടെ ഇരിക്കെ. അവിടെ മിനിസ്റ്റേഴ്സ് അവിടെ ഇരിക്കെ. പ്ലീസ്. യെസ്. സാർ, ഞാനിതിൽ ഒരു ആരോപണവും ഉന്നയിക്കുന്നില്ല. വസ്തുത അതേപോലെ പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ചോദ്യം ഒന്ന് നേരത്തെ സാർ, ഇതെന്താണ് സാർ? ഞാൻ ചെയറിനെയാണ് അഡ്രസ് ചെയ്യുന്നത്. ചെയർ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ ഉള്ള സംരക്ഷണം നൽകണം. സാർ, നേരത്തെ അപ്പുറത്തുനിന്ന് ഉന്നയിച്ച ചോദ്യങ്ങൾക്കെല്ലാം ക്ഷമയോടെ മറുപടി പറഞ്ഞല്ലോ സാർ. മറുപടി, യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഉപയോഗിച്ചു എന്ന ശ്രീ VK സനോജ് പ്ലീസ് രണ്ട് പക്ഷങ്ങളും പാലിക്കേണ്ട മര്യാദയാണ്. യെസ്, അവിടെ പോയിരിക്കെ. ക്വസ്റ്റ്യൻ അവർ ചോദ്യം ചോദിക്കാൻ പറ്റും. പ്ലീസ്, അംഗങ്ങൾ അവിടെ പോയിരിക്കണം. ഈ ക്വസ്റ്റ്യൻ സ്വാഭാവിക ഇത് വരും, അതും വരും. അവിടെ പോയിരിക്കണം. പ്ലീസ്. അവിടെ ഇരിക്കെ നിങ്ങൾ. അങ്ങ് അവിടെ പോയിരിക്കെ. അങ്ങ് അവിടെ വന്നിരിക്കെ. അവിടെ ഇരിക്കെ. പ്ലീസ്.
ചെയറിലേക്ക് ചെല്ല്, ചെയറിലേക്ക് ചെല്ല്, ചെയറിലേക്ക് ചെല്ല്, ചെയറിലേക്ക് ചെല്ല്. പ്ലീസ് പ്ലീസ്, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. ചെയറിലേക്ക് ചെല്ല്, ചെയറിലേക്ക് ചെല്ല്. ശ്രീ മാത്യു, ചെയറിലേക്ക് ചെല്ല്. മിനിസ്റ്റർ പ്ലീസ് പ്ലീസ്, ചെയറിലേക്ക് ചെല്ല്, ചെയറിലേക്ക് ചെല്ല്. പ്ലീസ് 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 പ്ലീസ്, ചെയറിലേക്ക് ചെല്ല്, ചെയറിലേക്ക് ചെല്ല്, ചെയറിലേക്ക് ചെല്ല്. യെസ് 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 യെസ്. ശ്രീ ആൻസ്ലാൻ പ്ലീസ് പ്ലീസ് പ്ലീസ്. സാർ, യെസ് ശ്രീ മിനിസ്റ്റർ പ്ലീസ്. മിനിസ്റ്റർ സാർ, ഞാൻ ഈ മറുപടി പൂർണ്ണമായിട്ടും കേൾക്കാനുള്ള ക്ഷമയുണ്ടാവുന്നതല്ലേ? പ്ലീസ് പ്ലീസ് പ്ലീസ്. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഉപയോഗിച്ചു എന്ന ശ്രീ VK സനോജ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ക്രൈം നമ്പർ 1400/2023 അണ്ടർ സെക്ഷൻ 468, 465, 471 IPC 66C IT ആക്ട് എന്ന കേസ് രജിസ്റ്റർ ചെയ്യുകയും തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിക്കാൻ ഉതകുന്ന ആപ്ലിക്കേഷൻ പോലീസ് സൈബർ ഡോമിന്റെ സഹായത്തോടെ ഈ ആപ്പ് നിർമ്മിച്ച പ്രതികളായ ജെയ്സൺ തോമസ്, രാകേഷ് അരവിന്ദ് എന്നിവരെ കണ്ടെത്തുകയും ചെയ്തു. അതാണിത് സൈബർ കുറ്റകൃത്യമാണ് എന്ന് പറയുന്നത്. ഒരു ആപ്പിന്റെ സഹായത്തോടു കൂടിയാണ് വ്യാജ കാർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. സാർ, പ്രതികളുടെ പക്കൽ നിന്ന് വ്യാജ ID, അവ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസ് ഇപ്പോൾ അന്വേഷണത്തിലാണ്. ഇതേ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ പരാതിയിലുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിൽ നടന്നു. ശ്രീമതി യു പ്രതിഭ. സാർ, കൊണ്ടു നടന്നത് നീയ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചത് നീയ ചാപ്പ. ഇതാണ് ഇന്നത്തെ അപ്പുറത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. സാർ, മഷിക്കുപ്പി സമരം സാർ പറയാൻ അനുവദിക്കണം. പ്ലീസ്, ചോദ്യത്തിലേക്ക് വരും, ചോദ്യം മാത്രമേ പറ്റൂ. വ്യാജ വീഡിയോ, വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട്, കള്ളപ്രചരണം, അപവാദ പ്രചരണം, ഇതിനായി സൈബർ കോൺഗ്രസ് എന്ന പേരിൽ ഒരു ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സാർ. ഞങ്ങളെ പോലുള്ളവർ അനുഭവസ്ഥരാണ്. ഇവർ തെരഞ്ഞെടുപ്പ് സമയത്ത് വിശ്രമമില്ലാതെ ഫാക്ടറികളിൽ നിന്ന് സാർ എന്തിനധികം പറയണം, CPM DYFI നേതാവായിട്ടുള്ള റഹീം MPയുടെ അശ്ലീല പദപ്രചരണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് സാർ. എന്തിന് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട DYFI നേതാവായ ബിജുവിന്റെ ഭാര്യയുടെ പേരിൽ വ്യാജ അശ്ലീല. സാർ, എന്റെ ചോദ്യം കോട്ടയം കുഞ്ഞച്ചൻ എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് സ്ത്രീകൾക്കെതിരെ അശ്ലീല പോസ്റ്റുകൾ പ്രചരിപ്പിച്ച സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ എന്ത് നടപടി എടുത്തിട്ടുണ്ട്? സാർ, ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചതുപോലെ ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട്, കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേരിലുള്ള ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ സ്ത്രീകൾക്ക് നേരെ അപകീർത്തിപരമായും അദ്ദേഹം പറയട്ടെ. ശ്രീ എൽദോസ് പ്ലീസ് അവിടെ പറയട്ടെ. യെസ്, അവിടെ ഇരിക്കെ. എല്ലാവരും എഴുന്നേൽക്കണ്ട, മിനിസ്റ്റർ പറയട്ടെ. എല്ലാവരും എണീക്കണ്ട, മിനിസ്റ്റർ പറയട്ടെ പ്ലീസ്. അദ്ദേഹം പറയട്ടെ. അദ്ദേഹം ആരും മിണ്ടുന്നില്ലല്ലോ, അദ്ദേഹം പറയട്ടെ. സാർ, ഞാൻ കോട്ടയം കുഞ്ഞച്ചൻ എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. കുഞ്ഞച്ചന്റെ വല്യച്ഛന്മാരെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല സാർ. കോട്ടയം കുഞ്ഞച്ചൻ എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ സ്ത്രീകൾക്ക് നേരെ അപകീർത്തിപരമായും അശ്ലീലമായും പോസ്റ്റിട്ടിരുന്ന പ്രൊഫൈലിനെതിരെ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ IT നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം ക്രൈം നമ്പർ 63/2023 ആയി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ റെക്കോർഡ് അനാലിസിസ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ റെക്കോർഡ് അനാലിസിസ്, ഫേസ്ബുക്ക് റിപ്പോർട്ട് എന്നിവയിലൂടെ ഈ വ്യാജ അക്കൗണ്ടിന്റെ നിർമ്മാതാവായ തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി എബിനെ അറസ്റ്റ് ചെയ്തു. നിലവിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞോ. സർ, നിലവിൽ ഈ കേസ് അന്വേഷണ ഘട്ടത്തിലാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകൾക്ക് നേരെ അശ്ലീല പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന ഇയാൾക്കെതിരെ പാലക്കാട് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 544/2023 പ്രകാരം മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സാർ,
സ്ത്രീകൾക്കെതിരായി തുടർച്ചയായി അശ്ലീല പ്രചരണം നടത്തുന്ന ഒരു ആളെക്കുറിച്ചും അയാൾക്കെതിരായ എടുത്ത നടപടിയെക്കുറിച്ചും പറയുമ്പോൾ ഈ പ്രതിപക്ഷം ഇങ്ങനെ അസ്വസ്ഥരാകുമ്പോൾ സംശയമൂല അവരിലേക്കല്ലേ നീളുന്നത് സർ? ശ്രീ എം വിജയൻ പ്ലീസ്. വടികൊടുത്ത് അടിവാങ്ങിക്കാൻ ചോദ്യത്തിലേക്ക് വന്നാൽ മതി. വടിയടിയെല്ലാം പിന്നെയാക്കാം. ചോദ്യത്തിലേക്ക് വന്നാൽ മതി. സർ, ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഏഷ്യാനെറ്റ് ഓൺലൈൻ ന്യൂസിന്റെ ലോഗോ വ്യാജമായി നിർമ്മിച്ച് തെറ്റിദ്ധാരണ വരുത്തുന്ന സന്ദേശങ്ങൾ പ്രചരിച്ച കേസ് അത് പ്രതികളിലേക്ക് എത്തിയിട്ടുണ്ടോ സർ? നിങ്ങൾ ആരെങ്കിലും ചോദിക്കണ്ടേ? നോ യെസ് സർ, ഏഷ്യാനെറ്റിന്റെ ന്യൂസ് എഡിറ്ററുടെ പരാതിയിലുള്ള കേസിന്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു. അത് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയാണ്. അതിലും ഈ വിവരങ്ങൾ ഫേസ്ബുക്കിൽ നിന്നും മറ്റും കിട്ടേണ്ടതുണ്ട്. അന്വേഷണം നടത്തി വരികയാണ്. ശ്രീ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ചോദ്യോത്തര വേള മന്ത്രിയും ഭരണകക്ഷി അംഗങ്ങളും കൂടി ദുരുപയോഗപ്പെടുത്തുകയാണ്. അങ്ങ് ഇതിനെ കൂട്ടുനിൽക്കരുത്. കാരണം ഇവിടുത്തെ ചോദ്യം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ സൈബർ കേസുകളോട് വായിച്ചോ, ഞങ്ങൾക്ക് എന്താ കുഴപ്പം? പക്ഷെ സാർ, ഞാൻ അങ്ങയോട് പറയുന്നു, ഇത് ചോദ്യോത്തര വേള ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകാൻ, ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി മനഃപൂർവ്വം 3-4 ഭരണകക്ഷി അംഗങ്ങൾ ഈ ചോദ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക. സാർ, ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ചോദ്യം ആണ്. കാരണം തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളുടെ ഇടയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ട് ഒരു പ്രതിപക്ഷ യുവജന സംഘടനാ നേതാവിന്റെ പേരിൽ ഒരു വ്യാജ പോസ്റ്റർ ഉണ്ടാക്കി വ്യാപകമായി പ്രചരിപ്പിച്ചു. ആ നേതാവ് പോലീസ് സ്റ്റേഷനിൽ പോയി തന്റെ ഫോൺ കൊടുത്ത് പരിശോധിക്കാൻ പറഞ്ഞു. പോലീസ് പറഞ്ഞു, ഇത് വ്യാജമാണ്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ചെയ്തതല്ല, നിങ്ങൾ നിരപരാധിയാണ്. കോടതിയിലും വിവരം കൊടുത്തു. സർ, അത് പരസ്യപ്പെടുത്തിയ, അത് പ്രചരിപ്പിച്ച ഭരണകക്ഷിയുടെ മുൻ MLA, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഒരാൾക്കെതിരായും ഒരു കേസും എടുക്കാതെ ബാക്കി സംസ്ഥാനത്ത് പല സൈബർ കേസുകൾ ഇഷ്ടംപോലെ സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസുകളുടെ മറുപടി പറയുന്നത് എന്ത് ശരിയാണ് സാർ? അതിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ചോദ്യം അതാണ്, എന്തുകൊണ്ട് ഭരണകക്ഷിയുടെ മുൻ MLA-ക്കെതിരായി കേസെടുത്തില്ല? ഇവിടെ പ്രചരിപ്പിച്ചതിന് ധാരാളം പേർക്ക് കേസെടുത്തായിട്ട് പറഞ്ഞു. മുൻ MLA-യുടെ ഫേസ്ബുക്ക് പേജിൽ ഇത് ഉണ്ടായിട്ടും ഉത്തരവാദിത്തപ്പെട്ട CPM നേതാക്കന്മാർ വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടി ഇത് പ്രചരിപ്പിച്ചിട്ടും എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുത്തില്ല എന്നാണ്. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു ദീർഘമായ സ്റ്റേറ്റ്മെന്റ് തന്നെ നടത്തി. സർ, സ്ത്രീകൾക്കെതിരായ അശ്ലീല പ്രചരണത്തെക്കുറിച്ച്, അതിന് ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചതിനെ കുറിച്ച് ഒരു വനിതാ അംഗം ഈ സഭയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ, സർ, ഞാനതിന് മറുപടി പറയണ്ടേ? അതിന് മറുപടി പറയണ്ടേ? ഞാൻ പ്രതീക്ഷിച്ചത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ അശ്ലീല പ്രചരണത്തെ ഈ സഭ പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിപക്ഷവും കൂടി ചേർന്ന് അപലപിക്കുമെന്നാണ്. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഖേദപൂർവം അത് പറയട്ടെ. സർ, എന്താണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് എന്തുകൊണ്ട് മുൻ MLA-ക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നാണ്. എന്താണ് സർ ശ്രീമതി KK ലതിക അവരുടെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്? ഇതാണ് അവരുടെ വാചകങ്ങൾ, ഞാൻ വായിക്കാം. എന്തൊരു വർഗീയതയാണോ ഇത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമ്മുടെ നാട് നിലനിൽക്കണ്ടേ? ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത്. ഇത് വർഗീയത പ്രചരിപ്പിക്കുന്ന പോസ്റ്റാണോ അതോ അതിനെതിരായിട്ടുള്ള പോസ്റ്റാണോ? സാർ, അപ്പോ പിന്നെ ഇത് ആരാണ് സൃഷ്ടിച്ചത്? വടകരയിൽ ശൈലജ ടീച്ചർക്കെതിരായി ഇങ്ങനെ ഒരു പോസ്റ്റ് സൃഷ്ടിച്ചത് ആരാണ്? അതിന്റെ വിവരങ്ങളാണ് ഫേസ്ബുക്കിൽ നിന്ന് തേടിക്കൊണ്ടിരിക്കുന്നത്. അത് കിട്ടിയ ഇപ്പൊ FIR ഇട്ടിട്ടുണ്ട്.
FIR ഇട്ടിട്ടുണ്ട്. കിട്ടിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പല തവണ ഇവിടെ ആവർത്തിച്ചത് പ്രതിപക്ഷം ചെവിക്കൊള്ളുന്നില്ല. ഇത് ആര് പ്രചരിപ്പിച്ചാലും ആര് സൃഷ്ടിച്ചാലും അവർക്കെതിരെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ കിട്ടിയാലുടൻ കടുത്ത നടപടി നിയമാനുസൃതമാണ്. ചോദ്യം നമ്പർ 303 ശ്രീമതി KK രമ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ പ്രകാരം തദ്ദേശ സ്വയംഭരണവും എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, എയും ബിയും സിയും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വർഗീയ ധ്രുവീകരണവും സാമുദായിക സ്പർദ്ധയും ലക്ഷ്യം വെച്ച് നവമാധ്യമങ്ങളിൽ മതവർഗീയത പ്രചരിപ്പിക്കുന്നത് സംബന്ധിച്ച് LDF സ്ഥാനാർത്ഥി ശ്രീമതി KK ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലക്കാരൻ ശ്രീ C ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു പരാതിയും നാട്ടിൽ മതസ്പർദ്ധയും കലാപവും നടത്താൻ ആഹ്വാനം ചെയ്യുന്നതുമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരണം നടത്തിയ സംബന്ധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയുടെ പരാതിയും പോലീസിന് ലഭിച്ചിരുന്നു. 2 പരാതികളിലും പോലീസ് വിശദവും ശാസ്ത്രീയവും സമയബന്ധിതവുമായ നടപടിയാണ് സ്വീകരിച്ചത്. കണ്ടന്റ് നീക്കം ചെയ്യുന്നതിന് ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം പ്രൊഫൈൽ വിവരങ്ങളും തേടിയിട്ടുണ്ട്. അക്കൗണ്ടിന്റെ പ്രൊഫൈൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് അന്വേഷണം പൂർത്തിയാക്കി തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. ഇതുപോലുള്ള എല്ലാ പരാതികളും നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഗൗരവത്തോടു കൂടിയാണ് സർക്കാർ കാണുന്നത്. സർ, ഏതാണ്ട് സമാനമായിട്ടുള്ള ചോദ്യമാണ്, മറുപടി ഞാൻ ആവർത്തിക്കുന്നില്ല. ശ്രീമതി KK രമ. സർ, വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കാഫിർ പ്രയോഗം നടത്തിയെന്ന് വ്യാജ പ്രചരണം നടത്തുന്നതിനായി ഉപയോഗപ്പെട്ട വ്യാജ പോസ്റ്റ് തയ്യാറാക്കിയെന്ന് യൂത്ത് ലീഗ് പ്രവർത്തകനാണ് പ്രചരിപ്പിക്കപ്പെട്ടതെന്ന വസ്തുതാവിരുദ്ധമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയത് എപ്പോഴാണെന്നും ഇലക്ഷൻ പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ ഔദ്യോഗികമായി ഈ വസ്തുതകൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതും സർക്കാരിന്റെ ശ്രദ്ധയിലുണ്ടോ? മിനിസ്റ്റർ. സർ, അങ്ങനെ ഒരു കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിലില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ട കാഫിർ പ്രയോഗം നടത്തിയെന്ന മുൻ MLA കുറ്റ്യാടി MLA KK ലതിക ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ഏത് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്? ആ പോസ്റ്റ് പിൻവലിച്ചു എന്നുള്ളത് അതിനെതിരെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സർ, ഞാൻ ആ കാര്യങ്ങളെല്ലാം നേരത്തെ വിശദീകരിച്ചു. അന്വേഷണ ഘട്ടത്തിലാണ്. ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ തേടുന്നു. ഇത് സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് എവിടെ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന്. ബഹുമാനപ്പെട്ട KK ലതിക MLA എന്താണ് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്ന കാര്യം ഞാനിവിടെ വായിച്ചതാണ്. അവർ വർഗീയ പ്രചരണത്തിനെതിരായിട്ടാണ് കുറിപ്പിട്ടിട്ടുള്ളത്. അത് പിൻവലിച്ചത് സാധാരണഗതിയിൽ നമ്മുടെ ആരുടെയെങ്കിലും ഒരു പോസ്റ്റിനെ ദുരുപയോഗിച്ച് നാട്ടിൽ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും പക്വമായ വിവേകപൂർണമായ നടപടി അത് പിൻവലിക്കുക എന്നതാണ്. അങ്ങനെ നമ്മൾ പലരും പിൻവലിച്ചിട്ടില്ലേ? അങ്ങനെ പലരും പിൻവലിച്ചിട്ടുണ്ടല്ലോ. ഞാനിപ്പോ ഓരോന്ന് പറയണോ? പലതരത്തിലുള്ള പോസ്റ്റുകൾ, സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ വന്നത്, അല്ലെങ്കിൽ ഇത് ഏൽപ്പിച്ചാരെങ്കിലും ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അനുചിതമാണ്, തെറ്റാണ് എന്ന് കണ്ടപ്പോൾ പിൻവലിച്ചിട്ടില്ല. അതൊരു വിവേകപൂർണമായ നടപടിയാണ്. ശ്രീ സണ്ണി ജോസഫ്. അതെ, മന്ത്രി ഇപ്പൊ അന്വേഷണത്തിലിരിക്കുന്ന കേസില് ലതിയെ കുറ്റം ചെയ്തിട്ടില്ല എന്ന് മന്ത്രി പ്രഖ്യാപിക്കാൻ നിയമവാഴ്ചക്കെതിരാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. സാർ, എൻ്റെ ചോദ്യം, ഇത്തരത്തിൽ തെറ്റായ പ്രൊഫൈലുകളൊക്കെ സൃഷ്ടിച്ച് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നവർക്കെതിരായിട്ട് ബഹുമാനായ MV ജയരാജൻ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. റെഡ് ആർമി, ചെങ്കോട്ട, ചെങ്കതിർ, ഈ പേരിലൊക്കെ പ്രചരിപ്പിക്കുന്ന പ്രചരണം നടത്തുന്ന ആളുകളെ അദ്ദേഹം വിളിച്ചത് എരണം കെട്ടവരെന്ന്. ചോദ്യത്തിലേക്ക് വരൂ പ്ലീസ്. അക്കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ എരണം കെട്ടവരെന്ന് അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അങ്ങയുടെ പാർട്ടി സഹാക്കളെ കുറിച്ച് പറയേണ്ട സാഹചര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആദ്യം അദ്ദേഹം പറഞ്ഞ കാര്യം വസ്തുതാവിരുദ്ധമാണ്. മുൻ MLA ശ്രീമതി KK ലതിക കുറ്റം ചെയ്തോ ചെയ്തില്ലേ എന്ന വിധി പ്രസ്താവം ഇവിടെ നടത്തിയിട്ടില്ല. ഇവിടെ നടത്തിയത് അവരുടെ ഫേസ്ബുക്ക് പേജിൽ അവർ കുറിച്ച അഭിപ്രായ പ്രകടനം ഇതാണ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് പാർട്ട് പറയട്ടെ. അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. ലെറ്റ് ഹിം കംപ്ലീറ്റ് പ്ലീസ്. ലെറ്റ് ഹിം കംപ്ലീറ്റ് പ്ലീസ്. അല്ല, ഇവിടെ അതിനെക്കുറിച്ച് പരാമർശമുണ്ടായി. അപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണ് കുറിച്ചത് എന്ന വിവരം ഇവിടെ കൈവശമുണ്ടല്ലോ. ശരി. രണ്ടാമത്തെ കാര്യം, സർ, സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ദുഷ്പ്രചരണം നടത്തുന്ന
ഇത്തരം സാമൂഹിക വിരുദ്ധമായ പ്രചരണം നടത്തുന്ന ശക്തികളെയാണ് പലരും ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി നടത്തിയ വിശേഷണത്തെക്കുറിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല. പലരും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ദുഷ്പ്രചരണം നടത്തുന്നവരെ സാമൂഹിക വിരുദ്ധരായിട്ടാണ് കാണുന്നത്. സാർ, അങ്ങ് ഈ നിയമസഭയിൽ കെ ലതിയെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പരാമർശം വായിച്ചിട്ട് പറഞ്ഞത് ഒരു മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച വാക്കുകളാണ്. ഇത്രയും അങ്ങനെ ഒരു മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവർക്കൊരു താമ്രപത്രം. സാർ, ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും വ്യക്തിഹത്യക്കും ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. നിഷ്ഠൂരമായ കൊല നടത്തിയ ശേഷം മാഷാ അല്ലാ എന്ന ഞാൻ വരുവാണല്ലോ. പ്രസ്തുത കേസിൽ ഈ പ്രവണതയാണ് കാണുന്നത്. ഈ പ്രവണത തടയാൻ സർക്കാർ നടപടി സ്വീകരിക്കുമോ? താമ്രപത്രം വേണോ അതോ കുറ്റപത്രം വേണോ എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ആ കാര്യങ്ങളൊക്കെ പിന്നെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ. സാർ ഇത്തരം എല്ലാ പ്രചരണങ്ങളെയും സാമൂഹിക മാധ്യമങ്ങളെ ഉപയോഗിച്ച് നടത്തുന്ന തെറ്റായ പ്രചരണങ്ങളെ, സാമൂഹിക വിരുദ്ധമായ പ്രചരണങ്ങളെ സർക്കാർ കർശനമായി തന്നെ നേരിടും. സനീഷ് കുമാർ ജോസഫ്. സാർ, വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ച സംഭവത്തിൽ മുൻ MLA കെ ലതികയുടെ മൊഴി എടുത്തിരുന്നു. ഇല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഉദാസീന വരുത്തിയതിന്റെ കാരണം വ്യക്തമാക്കുമോ? സാർ, അക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതാണ് അന്വേഷണ ഘട്ടത്തിൽ. ചോദ്യം നമ്പർ 304 ശ്രീ AP അനിൽകുമാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ പ്രകാരം തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യമന്ത്രി ശ്രീ AP അനിൽകുമാർ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, എയും ബിയും സിയും ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ എന്ന സംഘടനയുടെ ജില്ലാ ഘടകങ്ങളുടെ അംഗങ്ങളാണെന്ന് അവകാശപ്പെട്ട് പേര് വെളിപ്പെടുത്താത്ത ഒരു പരാതി മുഖ്യമന്ത്രിക്കും പകർപ്പ് എക്സൈസ് കമ്മീഷണർക്കും ലഭിച്ചിരുന്നു. പ്രസ്തുത പരാതിയിൽ എക്സൈസ് ആസ്ഥാനത്തെ ആഭ്യന്തര വിജിലൻസ് ഓഫീസർ അന്വേഷണം നടത്തുകയുണ്ടായി. പരാതിയിൽ കഴമ്പുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശ്രീ AP അനിൽകുമാർ. സർ, ബാർ ഉടമകൾ മദ്യനയം തിരുത്താൻ സർക്കാരിന് പണം നൽകാൻ പിരിവ് നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ഒരു പരാതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. ആ പരാതിയുടെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് എന്ന് പറയാൻ കഴിയും? മിനിസ്റ്റർ. സർ, ഇപ്പോൾ ബാർ ഉടമകളുടെ പരാതി സംബന്ധിച്ച് അന്വേഷണം നടത്തിയ കാര്യം ഞാനിവിടെ പരാമർശിച്ചു. സാധാരണഗതിയിൽ ഒരു ഊമക്കത്തായിട്ടാണ് ആ പരാതി ലഭിച്ചിട്ടുള്ളത്. ആളും നാഥനുമില്ലാത്ത ഒരു പരാതിയാണ്. എന്നിട്ടും സർക്കാർ അത് സംബന്ധിച്ച് എക്സൈസ് കമ്മീഷണർ പരിശോധിക്കുകയുണ്ടായി. എക്സൈസ് വിജിലൻസ് വിഭാഗം 7 പേരെ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്നാൽ ഇത്തരത്തിലൊരു പണപ്പിരിവ് നടത്തിയതായി തെളിയിക്കാൻ കഴിയുന്ന മൊഴികളോ തെളിവുകളോ ലഭിച്ചിട്ടില്ല. അസോസിയേഷന് കെട്ടിടം വാങ്ങുന്നതിന് 1 ലക്ഷം രൂപ വീതം പണപ്പിരിവ് നടന്നു എന്നത് വാസ്തവമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് നൽകാത്തതിനെ തുടർന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുണ്ടായി എന്ന്, അങ്ങനെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങി എന്ന് ആക്ഷേപത്തിൽ കഴമ്പില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അംഗങ്ങൾക്കിടയിലെ, ഈ സംഘടനയിലെ അംഗങ്ങൾക്കിടയിലെ പടലപ്പിണക്കമാണ് പരാതിയുടെ കാരണം എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ ഇതിൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഊരും പേരുമില്ലാത്ത പരാതിയായിരുന്നു ആദ്യം കിട്ടിയത്. പിന്നീടും ഒരു പരാതി ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റേതായി അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നടത്തിയ അന്വേഷണത്തിൽ ഒരു തരത്തിലുമുള്ള കഴമ്പില്ല ഇതിലെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിരുന്നു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്. അതിൻ്റെ അന്വേഷണം എന്താ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അങ്ങ് അതിന് വ്യക്തമായ മറുപടി പറഞ്ഞില്ല. സർ, മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ തന്നെ പണം നൽകാത്ത ബാർ ഉടമകൾക്കെതിരെ എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ കേസടക്കമുള്ള
നടപടികൾ സ്വീകരിച്ച് അവരെ ഭയപ്പെടുത്തി പണം കൊടുക്കണമെന്ന് അന്ന് പറഞ്ഞതായിട്ട് പറഞ്ഞിരുന്നു. സർ, ഇത്രയും ഗൗരവമായ ഒരു കേസ് കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇതുപോലെ ഒരു വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സഭ വലിയ വിവാദങ്ങൾക്കും ഒച്ചപ്പാടുകളും ഒക്കെ വിധേയമായത്. സർ, അന്ന് ആവശ്യപ്പെട്ടത് വിജിലൻസ് എൻക്വയറി നടത്തുക എന്നുള്ളത്. അന്നത്തെ ഗവൺമെന്റ് അത് നടത്തി. അത്തരത്തിലുള്ള വിപുലമായ ഒരു വിജിലൻസ് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുവാൻ ഗവൺമെന്റ് തയ്യാറാകുമോ? സാർ, ഞാൻ വ്യക്തമായ തന്നെ മറുപടി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യത്തിന് നൽകി. എക്സൈസ് അന്വേഷിച്ചു, 7 പേരെ കണ്ടെത്തി, വിവരങ്ങൾ ശേഖരിച്ചു. എന്നിട്ടും ഒരു തെളിവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ പരാതിക്ക് അടിസ്ഥാനമുണ്ടെന്ന് കാണാവുന്ന മറ്റൊന്നോ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന കാര്യം. പരാതിയിൽ കഴമ്പില്ലെന്നും ഇവർ തമ്മിലുള്ള പടലപ്പിണക്കമാണ് കാരണമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആകെ കണ്ടെത്തിയത് കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പണം പിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വന്നതിന് സമാനമായിട്ടുള്ള ആക്ഷേപമല്ല സർ ഈ കാര്യത്തിൽ വന്നിട്ടുള്ളത്. ശ്രീ അൻവർ സാദത്ത്. സർ, ഇവിടെ നമ്മളെല്ലാം ശബ്ദരേഖ കേട്ടതാണ്. ആ ശബ്ദരേഖയിൽ വ്യക്തമായി പറയുന്നുണ്ട്, പുതിയ മദ്യനയം കൊണ്ടുവരാൻ വേണ്ടി 2.5 ലക്ഷം രൂപ പിരിവ് കൊടുക്കണമെന്നാണ് ആ ശബ്ദരേഖയിൽ വ്യക്തമായി പറയുന്നത്. സർ, ഇവിടെ പറയുന്നു കെട്ടിട ഫണ്ട് പിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു നിർദ്ദേശം ഉണ്ടായെന്നുള്ള അവരെ പടലപ്പിണക്കെന്ന് പറഞ്ഞ് പുതിയ കഥ ഉണ്ടാക്കുകയാണ്. സർ, 1 ലക്ഷം രൂപയാണ് കെട്ടിട ഫണ്ട് പിരിക്കാൻ വേണമെന്നുള്ള എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ എവിടെയാണ് പടലപ്പിണക്കം ഉണ്ടായത്? ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പടലപ്പിണക്കം ഉണ്ടായതാണോ, അല്ലെങ്കിൽ അവിടെ ആശയക്കുഴപ്പം ഉണ്ടായതാണോ? പറഞ്ഞതിൽ ആശയക്കുഴപ്പം ഉണ്ടായ 1 ലക്ഷമോ 2 ലക്ഷമോ എന്നുള്ള സംശയമുണ്ട്. സാർ, ഈ വൈരുദ്ധ്യം വ്യക്തമായി കേരളത്തിലെ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അത് ഗവൺമെന്റിന് മനസ്സിലാവുന്നില്ല, അപ്പുറത്തെ മനസ്സിലാവുന്നില്ല. സാർ, ആ വൈരുദ്ധ്യത്തെ കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. സാർ, അന്വേഷണം നടത്തിയ കണ്ടെത്തൽ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ശ്രീ എം വിൻസെന്റ്. സർ, അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് പറയുന്നവർക്ക് വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്റ്റും വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമും നിലവിലുള്ള ഒരു നാടാണ് നമ്മുടേത്. പക്ഷെ ഇവിടെ അഴിമതിയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുള്ളവർ, അതിനെക്കുറിച്ച് പുറത്തു പറഞ്ഞവർ, അവർക്കെതിരായിട്ടാണ് അന്വേഷണം. അഴിമതി വിരുദ്ധ സർക്കാരാണെങ്കിൽ അഴിമതിയെക്കുറിച്ച് ഇപ്പോൾ അനോണിമസ് ആയിക്കോട്ടെ, ഏതൊരു ഇൻഫർമേഷൻ കിട്ടിയാലും അതിനെതിരെ ജെന്യുവിനായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടുന്നതിന് പകരം ഈ വിവരം കൊണ്ടുവന്നവർക്കെതിരെ ഈ നിയമങ്ങൾ നിലനിൽക്കുക ഈ വിവരം പറഞ്ഞവർക്കെതിരായിട്ടുള്ള അന്വേഷണം നടത്തുന്നത് ശരിയാണോ? സാർ, പരിപൂർണമായി അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ് ശ്രീ എം വിൻസെന്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ വിവരം തന്നവർക്കെതിരെ എന്ത് അന്വേഷണമാണ് നടന്നത് സാർ? ഈ സഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സമാനമായിട്ടുള്ളൊരു കാര്യം അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയിൽ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ആ പരാതി ഇവിടെ എടുത്ത് വായിച്ചു. പരാതി എന്താണ്? പണപ്പിരിവ് നടത്തുന്നു എന്ന ആക്ഷേപത്തെക്കുറിച്ചും അതിനുള്ള നീക്കത്തെക്കുറിച്ചും അന്വേഷിക്കണം എന്നതാണ് DGPക്ക് കൊടുത്ത പരാതി. അതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളും ഒരു വിഭാഗം മാധ്യമങ്ങളും, എല്ലാവരും ഞാൻ പറയില്ല, അപൂർവം ചില മാധ്യമങ്ങൾ, എല്ലാവരും അങ്ങനെ ഒരു സമീപനം എടുത്തിട്ടില്ല. പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? പ്രചരിപ്പിച്ചത് ഗൂഢാലോചനയെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്, പണപ്പിരിവിനെ കുറിച്ചല്ല എന്നാണ്. എന്നാൽ ആ പരാതി ഇവിടെ സഭയിലെടുത്ത് വായിച്ചു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ആ പ്രചരണം ഇപ്പൊ നടത്തുന്നില്ല. ഇപ്പൊ വീണ്ടും സഭയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് DGPയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ ശബ്ദരേഖയെക്കുറിച്ച്. നേരത്തെ കിട്ടിയ ഈ ഊരും പേരുമില്ലാത്ത പരാതിയായിട്ട് പോലും അന്വേഷിക്കണ്ടേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അന്വേഷിച്ചിട്ട് അതിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തി. മറ്റേ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം നമ്പർ 305 ശ്രീ N. ഷംസുദ്ദീൻ, ബഹുമാനപ്പെട്ട ആരോഗ്യം, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. പ്ലീസ് ആൻസർ ടേബിൾ ചെയ്തോ മിനിസ്റ്റർ? ശ്രീ N. ഷംസുദ്ദീൻ. സർ, കേരളത്തിൽ ഇപ്പോൾ ട്രോളിങ്ങിൻ്റെ സമയമാണ് സർ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം മത്സ്യം കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഇതിൽ പലതിനെയും കുറിച്ച് ഫോർമാലിൻ അടക്കമുള്ള ഗുരുതരമായ രാസവസ്തുക്കൾ പ്രയോഗിച്ചിട്ടുള്ള മത്സ്യമാണ് വരുന്നതെന്നുള്ള ആരോപണമുണ്ട്. ഈ ദിശയിൽ വല്ല അന്വേഷണം നടന്നിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട വല്ല കേസുകളും ഈ സമീപ ദിവസങ്ങളിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടോ? സർ, ഈ കാലഘട്ടത്തിൽ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഏറ്റവും പ്രാധാന്യം നൽകി നടത്തുന്ന പരിശോധന മത്സ്യങ്ങളുടെ പരിശോധനയാണ്. അപ്പോൾ സംസ്ഥാന വ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. അപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ഗണ്യമായിട്ടുള്ള വർധന
പരിശോധനകളിൽ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള എന്നുള്ളതും അതോടൊപ്പം തന്നെ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും കാണാനായിട്ട് കഴിയും. ബഹുമാന്യനായ അംഗം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ശക്തമായിട്ടുള്ള പരിശോധന നടന്നു വരുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, നമ്മുടെ ഇന്നത്തെ ഒരു ഭക്ഷ്യ സംസ്കാരം തന്നെ മാറിയിരിക്കുകയാണ്. കാരണം കംപ്ലീറ്റ് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുന്ന ഒരു ശീലമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് വളരെ പ്രസക്തിയുണ്ട് സർ. ഇതിന് ഇപ്പോൾ ഉള്ള സംവിധാനത്തിന്റെ പോരായ്മ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല, ജില്ലാതല ഓഫീസുകളിൽ സംവിധാനങ്ങളില്ല, വാഹനങ്ങളില്ല. അവ പരിഹരിക്കാൻ നടപടി ഉണ്ടാകുമോ? സർ, രാജ്യത്തെ പൊതു കണക്ക് പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം പരിശോധന നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായി നമുക്ക് ഭക്ഷ്യസുരക്ഷയിൽ രാജ്യത്ത് 1-ാം സ്ഥാനം കഴിഞ്ഞ വർഷം ലഭിച്ചത്. സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടി ഗണ്യമായ വർധന ഈ പരിശോധനകളിൽ ഉണ്ടായിട്ടുണ്ട്. 7,000 എന്നുള്ളത് അതിൻ്റെ എത്രയോ ഇരട്ടിയായി ഇത് വർദ്ധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഓൺലൈനായിട്ട് അപ്പോൾ തന്നെ എൻട്രി ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് സംവിധാനം ഏർപ്പെടുത്തി. അതുകൊണ്ട് ഒരു തരത്തിലുള്ള സ്വാധീനങ്ങളും അതിൽ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് നടക്കുന്നിടത്ത് തന്നെ ഓൺലൈനായിട്ട് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ അത് എൻട്രി ചെയ്തിരിക്കണം. അത് പൂർണ്ണമായി ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുമുണ്ട് സർ. താങ്ക് യു. ഓർഡർ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു.